കമലയിൽ നിന്നും വിവരങ്ങളെല്ലാം അറിഞ്ഞ വൈജയന്തി പിറ്റേ ദിവസം രാവിലെ ന്യൂസ് പേപ്പർ കിട്ടാനായിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. മോർണിംഗ് ഡ്യൂട്ടിക്ക് വന്ന നേഴ്സിനോട് തൻ്റെ ആവശ്യം പറയുന്നുണ്ട്. നേഴ്സ് ഉടനെ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയി. നേഴ്സ് മുകളിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ വൈജയന്തിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി. വൈജയന്തി അവിടെ കിടന്നുകൊണ്ട് സകല ദൈവങ്ങളെയും മനസ്സുരുകി പ്രാർത്ഥിച്ചു. താൻ അറിഞ്ഞതെല്ലാം സത്യമാവരുതേ, താൻ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളൊന്നും തന്നെ ന്യൂസ് പേപ്പറിൽ ഉണ്ടാവരുതേ എന്നെല്ലാം വൈജയന്തി മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. അതേസമയം വൈജയന്തി കാണുകയാണ്, തൻ്റെ ICU ഡോറിൻ്റെ ഫ്രണ്ടിലായി 2-3 സ്ത്രീകൾ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. വൈജയന്തിയെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇതുകൂടി കണ്ടപ്പോൾ വൈജയന്തിക്ക് വല്ലാത്തൊരു മനോവിഷമം തോന്നുകയാണ്. ഈ സമയത്ത് തന്നെ ആ നേഴ്സ്, ന്യൂസ് പേപ്പർ എടുക്കാൻ പോയ നേഴ്സ് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന ആ സ്ത്രീകളോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നിൽക്കുന്നേ, നിങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് പോയേ എന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് കയറി നേഴ്സ് ആ ഡോർ അടയ്ക്കുകയാണ്. അപ്പോൾ നേഴ്സ് എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ വൈജയന്തിയോട് പറയുന്നുണ്ട്, മാഡം ഇതൊന്നും കണ്ട് ടെൻഷൻ അടിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. അപ്പോൾ തന്നെ വൈജയന്തിക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നുകയാണ്. ഇന്നലെ വരെ തന്നെ ബഹുമാനിച്ചവരുടെ എല്ലാം മുമ്പിൽ താൻ നാണം കെട്ടു തുടങ്ങി എന്ന് വൈജയന്തിക്കായ ഒരു നിമിഷം തന്നെ മനസ്സിലായി. വൈജയന്തി നേഴ്സിൻ്റെ മുഖത്ത് നിന്നും വേഗം തന്നെ കണ്ണെടുത്തു. ആ മുഖത്തേക്ക് നോക്കാൻ പോലും വൈജയന്തിക്ക് വല്ലാത്തൊരു നാണക്കേട് തോന്നി. ആ നേഴ്സ് ഒന്ന് പുറത്തേക്ക് പോയിരുന്നുവെങ്കിൽ തനിക്ക് ഈ പേപ്പർ ഒന്ന് അരിച്ചു പറക്കാമായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ആലോചിച്ചു. ആ വന്ന് നിന്നവരൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വന്ന് കണ്ടവരാണ്, പരിചയപ്പെട്ടവരാണ്. പാലാ സെൻറ്ററിലെ നമ്പർ 1 ജ്വല്ലറിയും ടെക്സ്റ്റൈൽസുമുള്ള ബാലചന്ദ്രൻ്റെ വൈഫാണ്. പാലായിലെ തന്നെ പേരുകേട്ട ബാങ്കിലെ മാനേജറും കൂടിയാണ് എന്നൊരു പദവിയും ആ നിമിഷം വരെ വൈജയന്തിക്കൊരു അലങ്കാരമായിരുന്നു. എന്നാൽ ഈ നിമിഷം താൻ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ അവരടയാളപ്പെടുത്തിയതെന്ന് വൈജയന്തിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. നേഴ്സ് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഡോർ അടച്ച് പുറത്ത് കടന്ന ഉടനെ തന്നെ വൈജയന്തി ആ ന്യൂസ് പേപ്പർ അരിച്ചു പറക്കാനായി വലിച്ചു തുറന്നതും ന്യൂസ് പേപ്പറിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ കണ്ടു 4 പേരടങ്ങുന്ന ഒരു ചെറുപ്പം പെൺകുട്ടിയെ പീഡിപ്പിച്ച ആ 4 അംഗ സംഘത്തിൻ്റെ ഫോട്ടോ. ആ ഫോട്ടോയിൽ വൈജയന്തിയുടെ കണ്ണുടക്കിയത് രോഹിത്തിലേക്കായിരുന്നു. കൂടാതെ തന്നെ തൻ്റെ ആങ്ങളുടെ സൽപുത്രനും. ഇത് കണ്ട വൈജയന്തിക്ക് കണ്ണിലാകെ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ആ കിടന്ന കിടക്ക കത്തിപ്പോകുന്നത് പോലെ തോന്നി. ദേഹമാസകലം പൊള്ളിയെടുക്കുന്നത് പോലെ. തനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം വൈജയന്തി ചിന്തിച്ചു പോയി. ആ ഫോട്ടോയിലേക്ക് വൈജയന്തി വീണ്ടും നോക്കി. അതെ, അത് രോഹിത്തും ഹരിയും തന്നെ. കൂടെയുള്ള 2 പേരെ വൈജയന്തി കണ്ടിട്ട് പോലുമില്ലായിരുന്നു. വൈജയന്തി ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അലറിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വൈജയന്തി ഒരു ഭ്രാന്തിയെപ്പോലെ അലറിക്കരഞ്ഞു. വൈജയന്തി ഉടനെ തന്നെ ഫോൺ എടുത്ത് ഫോണിൻ്റെ ലോക്ക് തുറന്നു. ആരെ വിളിക്കണമെന്ന് ഒരു നിമിഷം കോണ്ടാക്ട് ലിസ്റ്റിൽ നോക്കി. ആരെയാണ് താനൊന്ന് വിളിക്കുന്നത്? ഇതെല്ലാം സത്യമാണോ എന്ന് പോലും തനിക്ക് അറിയുന്നില്ല. ന്യൂസ് പേപ്പറിൽ കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ലല്ലോ. വൈജയന്തി ഒരു നിമിഷം ഗോവർദ്ധനെ മനസ്സിലാലോചിച്ചു. വൈജയന്തി കോളിൽ ഗോവർദ്ധൻ്റെ നമ്പർ എടുത്തു ഡയൽ ചെയ്തു. മറുവശം ഗോവർദ്ധൻ കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ, എന്താ ചേച്ചി രാവിലെ തന്നെ? ചേച്ചിക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അപ്പുറത്തെ റൂമിൽ സുലോചനയുണ്ട്, അവളോട് ഞാൻ അങ്ങോട്ട് വരാൻ പറയാം. അതെയോ, സുലോചന ഇവിടെ വന്നിട്ടുണ്ടോ? വൈജയന്തിയുടെ സ്വരത്തിൽ വല്ലാത്തൊരു ശാന്തത ഗോവർദ്ധന് മനസ്സിലായി. ഗോവർദ്ധൻ തിരിച്ചു പറഞ്ഞു, ഉണ്ട് ചേച്ചി, അവൾ അവിടെ തന്നെയുണ്ട്. അവൾ ഏട്ടനെ നോക്കാനായിട്ട് വന്നതാണ്. ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവളോട് പറയാം. ഇല്ല ഗോവർദ്ധൻ, എനിക്കിപ്പോൾ സുലോചനയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയണം. അത് ഗോവർദ്ധൻ തന്നെ പറഞ്ഞാൽ മതി. എനിക്ക് ഗോവർദ്ധനെ വിശ്വാസമാണ്. ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, എന്താണെങ്കിലും ചേച്ചി ചോദിച്ചോളൂ. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് തന്നെ ചേച്ചിയോട് മറുപടി പറഞ്ഞിരിക്കും. വൈജയന്തി ഒരു നിമിഷം താമസിക്കാതെ ഗോവർദ്ധനോട് ചോദിച്ചു, ഗോവർദ്ധൻ, ഞാൻ ഈ അറിഞ്ഞതെല്ലാം സത്യമാണോ? എൻ്റെ മകനെ അവൻ എന്താണ് സംഭവിച്ചത്? ഗോവർദ്ധൻ ഒരു നിമിഷം ഒന്ന് പതറി.
എന്താണ് വൈജയന്തിയോട് പറയേണ്ടതെന്ന് ഗോവർദ്ധന് മനസ്സിലായിരുന്നില്ല. കാരണം വൈജയന്തി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് തന്നെ വിളിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഗോവർദ്ധൻ ചിന്തിച്ചിരുന്നില്ല. വൈജയന്തി ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നായിരിക്കും അയാൾ കരുതിയിരുന്നത്. അയാൾ പറഞ്ഞു, ഏടത്തി ഇതെങ്ങനെയാ അറിഞ്ഞത്? ആരാ പറഞ്ഞത്? ഗോവർദ്ധൻ, ഞാൻ ഇന്നലെ തന്നെ അറിഞ്ഞിരുന്നു. കമല വിളിച്ചു. കമല എന്നോടെല്ലാം പറഞ്ഞു. കമല എന്നോട് പറഞ്ഞത് ഹരിയെയും വിളിച്ച് രോഹിത്ത് പോയി എന്നാണ്. എന്താണ് സംഭവം? എന്താണ്? എന്നോട് എന്തായാലും തുറന്നു പറഞ്ഞോളൂ. ഞാൻ ഇന്നത്തെ ന്യൂസ് പേപ്പറും കണ്ടു. എല്ലാം അതിൽ നിന്നും വായിച്ചു. വൈജയന്തി ഒരു നിമിഷം വീണ്ടും ആ ന്യൂസ് പേപ്പറിലേക്ക് നോക്കി. അതെ, ആ 4 പേരുടെയും ഫോട്ടോ വേറെ വേറെ കൊടുത്തിട്ട് അതിൽ അവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. പാലായിലെ നമ്പർ 1 ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും ഉള്ള നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ ഒരേ ഒരു മകൻ. നന്നായി, അങ്ങനെ തന്നെ വരണം. കൂടാതെ ബാങ്കിൻ്റെ അഡ്രസ്സും തൻ്റെ മാനേജർ പദവിയും എല്ലാം അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തറവാടിൻ്റെ പാരമ്പര്യവും തറവാടിൻ്റെ വരാൻ പോകുന്ന കുലീനതയും എല്ലാം ഒരു നിമിഷം തകരാറിലായി കഴിഞ്ഞിരുന്നു. വീണ്ടും ബാലചന്ദ്രൻ ചോദിച്ചു, എന്താണ് സംഭവം? എന്നോടൊന്ന് തുറന്നു പറയോ? ഗോവർദ്ധൻ പറഞ്ഞു, ഒന്നും അറിഞ്ഞിട്ടില്ല ചേച്ചി. അവരെ വന്ന് ഇന്നലെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. പിന്നാലെ തന്നെ അലീനയെയും. അലീന ഇന്നലെ വൈകുന്നേരം തന്നെ സ്റ്റേഷനിൽ നിന്നിറങ്ങി. ഓ, അത് പിന്നെ പറയണ്ടല്ലോ. അവളെ ആര് പിടിച്ചുകൊണ്ടുപോയാലും അവൾ അധികം സമയം പുറത്ത് നിൽക്കില്ലല്ലോ. അവളെ ഇറക്കാൻ ആളും ഉണ്ടാവും. ഏടത്തി എന്തുദ്ദേശിച്ചാണ് ആ പറഞ്ഞതെങ്കിലും ഏടത്തിയുടെ മകൻ ചെയ്ത കുറ്റത്തിന് തന്നെയാണ് ആ പെൺകുട്ടിയെ കൊണ്ടുപോയത്. എൻ്റെ മകൻ ചെയ്ത കുറ്റമാണെങ്കിൽ പിന്നെ അവളെ കൊണ്ടുപോകേണ്ട കാര്യം എന്താണ് ഗോവർദ്ധൻ? ഏടത്തി മറന്നുപോയോ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതൊന്ന് ഏടത്തിയൊന്ന് ആലോചിച്ച് നോക്കിയേ. അതും കൂടി ഇതേ സമയത്ത് പോലീസുകാർ അവരെ കൊണ്ട് പറയിപ്പിച്ചു. അതിൻ്റെ തെളിവെടുപ്പിനും മൊഴിയെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അലീനയെ അവർ പിടിച്ചുകൊണ്ട് പോയത്. ആ മാമച്ചനും ഭാര്യയും രേവതിക്കുട്ടിയും വന്നിട്ടാണ് അവളെ ഇറക്കി വിട്ടത്. വൈജയന്തി ഒന്നും മിണ്ടാതെ കിടന്നു. വീണ്ടും ഗോവർദ്ധൻ തുടർന്നു, ഏടത്തിക്ക് ഒരു കാര്യം അറിയാമോ? അന്ന് ബാലേട്ടനും ആ രോഹിത്തും കൂടി ഇവിടെ വന്നതല്ലേ ഏടത്തിയെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട്? അന്നായിരുന്നു ഇതിൻ്റെ എല്ലാം സംഭവം നടന്നത്. അന്ന് ഏടത്തി ബാലേട്ടനെയും രോഹിത്തിൻ്റെയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നെങ്കിൽ ഇതൊന്നും രോഹിത്തിന് സംഭവിക്കില്ലായിരുന്നു. അന്ന് ഏടത്തിക്ക് സാമർഥ്യവും വാശിയും എല്ലാം. ഡിസ്ചാർജ് എഴുതിയ ഡോക്ടർ അത് വലിച്ചു കീറി വേസ്റ്റ് ബോക്സിലെറിഞ്ഞു. ഏടത്തി ഇവിടെ നിന്ന് പോവില്ലെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ വീട്ടിലേക്കൊന്നും പോകണമെന്നില്ല. അവിടെയൊക്കെ നാട്ടുകാർ വളഞ്ഞിട്ടിരിക്കുകയാണ് പീഡനവീരനെ കയ്യിൽ കിട്ടാനായിട്ട്. ഗോവർദ്ധൻ്റെ ഓരോ വാക്കുകളും വൈജയന്തിയുടെ മനസ്സിലും തലയിലും മുള്ള തറയ്ക്കുന്ന പോലെ തോന്നി. ശബ്ദം പുറത്തു വരാതെ വൈജയന്തി കുറച്ച് സമയം നിശബ്ദയായി കിടന്നു. വൈജയന്തി വീണ്ടും തുടർന്നു, അല്ല ഗോവർദ്ധൻ, കമലേടത്തി പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ? ഹരി വീട്ടിൽ വെറുതെ ഇരുന്നിരുന്നതാണ്. ഇവനാണ് അവനെ പിടിച്ചുകൊണ്ട് പോയതെന്നൊക്കെ. എൻ്റെ പൊന്നേടത്തി, അങ്ങനെയൊന്നുമല്ല സംഭവം. എങ്കിലും മുഴുവനായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു കാര്യം വ്യക്തമായി അറിഞ്ഞു. ഈ സംഭവിച്ച കുട്ടി ഹരിയുടെ ഏറെ നാളായിട്ടുള്ളൊരു റിലേഷനാണ്. അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു കുറേ നാളുകളായിട്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് രോഹിത്ത് ഹരിയെയും കൊണ്ട് അവളെ കാണാൻ പോകുന്നത്? കമലേടത്തിയുടെ വാക്കൊന്നും ഏടത്തി കേൾക്കാൻ നിൽക്കണ്ട. എന്തായാലും ഇപ്പോൾ ഒന്ന് കോള് കട്ട് ചെയ്യ്. എനിക്ക് വക്കീൽ ഓഫീസ് വരെ പോകാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വേണം ബാലേട്ടനെ വന്ന് കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ കോള് കട്ട് ചെയ്തു. വൈജയന്തി ആ ന്യൂസ് പേപ്പർ ചുരുട്ടിക്കൂട്ടി താൻ കിടന്നിരുന്ന തലയാണിയുടെ അടിയിലേക്ക് തള്ളി മാറ്റി. കണ്ണുകൾ അടച്ച് നിശബ്ദയായി കിടന്നു. എന്നാൽ ഇതേ സമയം അലീനയും കൃഷ്ണമോളും വല്ലാത്ത വിഷമത്തിലാണ്. രാവിലെ വന്ന ന്യൂസ് പേപ്പറിലെ വാർത്ത അവരും കണ്ടിരുന്നു. ന്യൂസ് പേപ്പർ വായിച്ച ശേഷം റൂമിൽ കയറി വാതിലടച്ചതാണ് ബബിത. അവൾ ഇതുവരെയായിട്ടും ആ ഡോറൊന്ന് തുറന്ന് പുറത്തേക്ക് വരിക പോലും ചെയ്തിട്ടില്ല. കൃഷ്ണമോളും അലീനയും പരസ്പരം വിഷമങ്ങളെല്ലാം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ലാൻഡ് ഫോൺ വല്ലാതെ നിർത്താതെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
വിവരങ്ങളറിഞ്ഞ് ബാലചന്ദ്രൻ്റെയും വൈജയന്തിയുടെയും സുഹൃത്തുക്കളും കുടുംബക്കാരും എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ രണ്ടാളുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അപ്പോൾ വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിക്കാതെ വേറെ നിവർത്തിയുമില്ല. വരുന്ന കോളുകളൊന്നും എടുക്കാതെയും നിവർത്തിയില്ല. ഗോവർദ്ധനങ്ങളും വിളിക്കുന്നത് ലാൻഡ് ഫോണിലേക്ക് തന്നെയാണ്. മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാനാണ് ഗോവർദ്ധനങ്ങളും പറഞ്ഞത്. ശരിയാണെന്ന് അലീനയ്ക്കും തോന്നിയിരുന്നു. എന്നാൽ ഗോവർദ്ധനങ്ങളുടെ കോള് പ്രതീക്ഷിച്ച് ചെന്നെടുക്കുമ്പോൾ വരുന്നതെല്ലാം നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും കോള്. ചിലർ ചീത്തയും തെറിവിളിയുമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അലീന കട്ട് ചെയ്യും. സുഹൃത്തുക്കൾ വിളിച്ച് ആശ്വാസവാക്കാണ് പറയുന്നതെങ്കിൽ രണ്ടാളും ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാൻ തുടങ്ങി. കൃഷ്ണമോളോട് അലീന പറയുന്നുണ്ട്, ഇങ്ങനെ ഇരുന്നാൽ മതിയോ മോളെ? ഇന്നലെ തുടങ്ങി ജലപാനം കഴിച്ചിട്ടില്ല. അതിപ്പോൾ ചേച്ചിയായാലും കഴിച്ചിട്ടില്ലല്ലോ? കൃഷ്ണമോള് മറിച്ച് ചോദിച്ചു. അലീനയുടെ ഉള്ളു പിടയുന്നുണ്ട്. എന്നാൽ കിച്ചണിൽ എന്തെങ്കിലും ജോലിത്തിരക്കിൽ ഏർപ്പെട്ടാൽ മനസ്സൊന്ന് ശാന്തമാകുമല്ലോ എന്നോർത്തിട്ടാണ്. അത് പറഞ്ഞുകൊണ്ട് അലീന കിച്ചണിലേക്ക് നടന്നു. പിന്നാലെ തന്നെ കൃഷ്ണമോളും. എന്നാൽ ചെയ്യുന്നതൊന്നും ശരിയാകുന്നില്ല. ഒരു പണിയിലും ഏർപ്പെടാനും കഴിയുന്നില്ല. മനസ്സും ശരീരവുമെല്ലാം താളം തെറ്റിക്കിടക്കുന്നു. കൃഷ്ണമോളുടെയും അവസ്ഥ അത് തന്നെ. കൃഷ്ണമോൾ കിച്ചണിൽ നിന്നിറങ്ങി തൻ്റെ റൂമിലേക്ക് നടന്നു. അലീനയും കുറച്ച് സമയം കൈകെട്ടി അവിടെ നിന്നു. എന്തൊക്കെ ചിന്തിച്ചിട്ടും മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്നില്ല. രാവിലെ ന്യൂസ് പേപ്പറിൽ കണ്ട ആ വാർത്ത അലീനയുടെ മനസ്സിനെ വല്ലാതെ കുഴച്ചുകൊണ്ടിരുന്നു. ബിസിനസ് രംഗത്തെ ഉയർച്ചയിലേക്ക് ഉന്നയിച്ച ഒരച്ഛൻ്റെ മകൻ. ആ ആളാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ പീഡനവീരനായി കാണപ്പെട്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ തകർച്ച. ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് വേണം? അതായിരുന്നു അലീനയുടെ മനസ്സിൽ മുഴുവൻ. അലീന കുറച്ച് സമയം അവളുടെ റൂമിൽ ചെന്നു. തൻ്റെ റൂമിൽ ചെന്ന് ബാഗിൽ നിന്നും കർത്താവിൻ്റെ പടമെടുത്തു. കുറച്ച് സമയം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. എന്തൊക്കെയോ പ്രാർത്ഥിച്ച് മനസ്സിനെ ശാന്തമാക്കി തിരിച്ച് കിച്ചണിലേക്ക് നടക്കുമ്പോഴായിരുന്നു ലാൻഡ് ഫോൺ വീണ്ടും റിങ് ചെയ്തത്. അലീന വേഗം ചെന്നെടുത്തു. അതെ, ഇത്രയും സമയം ആരെയാണോ പ്രതീക്ഷിച്ചത് അയാൾ തന്നെയായിരുന്നു. അങ്കിളിൻ്റെ കോളിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. എന്താണ് അങ്കിളെ അവിടുത്തെ അച്ഛൻ്റെ അവസ്ഥ? കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒന്ന് പുറത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ആരും ഇല്ലല്ലോ. സുലോചന ഇതുവരെ ഉണ്ടായിരുന്നു. അവളിപ്പോൾ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. എനിക്ക് വക്കീൽ ഓഫീസിലേക്കും പോകണം. എന്തായാലും മോൾക്ക് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? പിന്നെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ വിവരമെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു. എനിക്ക് ബാലേട്ടൻ നമ്പർ തന്നിരുന്നു മാമച്ചായൻ്റെ. അദ്ദേഹത്തിനെ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം തിരക്കി. അപ്പോൾ അച്ഛൻ അറിഞ്ഞോ അങ്കിളെ? ഇല്ലില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ആ നമ്പർ ഒപ്പിച്ചെടുത്തത്. നീ പേടിക്കണ്ട, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മോള് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തില്ലേ? മോള് വന്നിട്ട് വേണം എനിക്കൊന്ന് വീട്ടിലേക്ക് പോകാൻ. ഞാൻ എത്താം, ഒരു അരമണിക്കൂറിനുള്ളിൽ എത്താങ്കളെ. ഞാൻ ദേ അവരോടൊന്നും പറഞ്ഞ് ഞാനൊന്ന് റെഡിയായി ഇറങ്ങേണ്ട താമസം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അലീന കോള് കട്ട് ചെയ്തു. ബബിതയുടെ റൂമിലേക്കാണ് അലീന നേരെ നടന്നത്. അവിടെ ചെന്ന് ഡോറിൽ തട്ടിയിട്ടും ബബിത ഡോറ് തുറക്കുന്നുണ്ടായിരുന്നില്ല. അലീന വീണ്ടും തട്ടിയപ്പോൾ ബബിത ദേഷ്യം വന്ന് ഡോറ് തുറന്നു. ഡോറ് തുറന്ന് മറുവശത്ത് അലീനയാണെന്ന് കണ്ടതോടെ ബബിതയ്ക്ക് ദേഷ്യം ഇരട്ടിയായി. ബബിത അലറിക്കൊണ്ട് ചോദിച്ചു, എന്തിനാടി ഇതിങ്ങനെ മുട്ടിത്തട്ടി പൊട്ടിക്കാൻ നോക്കുന്നത്? നിനക്ക് എന്താ അറിയണ്ടേ? അലീന ബബിതയുടെ മുഖത്തേക്ക് നല്ലപോലെ നോക്കി. അതെ, അവൾ കരഞ്ഞിട്ടുണ്ട്. വല്ലാതെ കണ്ണും മുഖവും എല്ലാം വീർത്ത് കെട്ടിയിരിക്കുകയാണ്. മനസ്സ് കലങ്ങിയിരിക്കുകയാണ്. തന്നോടുള്ള സാമർത്ഥ്യം മാത്രമേ ഇപ്പോൾ ആ മുഖത്ത് കാണാനുള്ളൂ. അലീന ഒരു നിമിഷം ശാന്തയായി പറഞ്ഞു, ബബിതേ, എന്തിനാണ് ഇങ്ങനെ? എന്ത് കാര്യമുണ്ട്? ഇവിടെ ഇപ്പം നമ്മൾ മൂന്നാളും മാത്രമല്ലേ ഉള്ളൂ. പരസ്പരം താങ്ങും തണലുമായി നിൽക്കേണ്ട നമ്മൾ തന്നെ ഇങ്ങനെ ഈ വാശിയും വൈരാഗ്യവും കാണിച്ചിട്ട് എന്ത് നേടാനാണ്? ഇവിടെ വേലയ്ക്ക് നിൽക്കുന്ന നിൻ്റെ ഉപദേശം കേട്ടിട്ട് വേണ്ട എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. നിന്നോട് ഞാനത് പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. നീ ഒറ്റ ഒരുത്തിയാണ് ഈ കുടുംബം ഇങ്ങനെ ആക്കി തീർത്തത്. അവൾ എന്നിട്ടിപ്പോൾ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബബിത ആ വാതിൽ അവളുടെ മുഖത്തേക്കായി ആഞ്ഞു വലിച്ചടച്ചു. അലീനയ്ക്ക് വീണ്ടും വല്ലാത്ത വിഷമം തോന്നി.
എത്രയൊക്കെ പറഞ്ഞിട്ടും അവളിൽ ഒരു മാറ്റം കാണാത്തതിൽ അലീനയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. അലീന നേരെ കൃഷ്ണമോളോട് ചെന്ന് ഗോവർദ്ധൻ വിളിച്ചതും തന്നോട് അവിടെ എത്തിപ്പെടണമെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പോയതിന് ശേഷം ചെന്ന് ബബിതയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് രണ്ടാളും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കണമെന്നും കൃഷ്ണമോളോട് പറഞ്ഞേൽപ്പിച്ചു. അലീന ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെയും കാത്ത് പുറത്ത് നിൽക്കുന്ന ഗോവർദ്ധൻ അങ്കിളിനെയാണ് കണ്ടത്. ഗോവർദ്ധൻ പറഞ്ഞു, മോള് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ. ഞാൻ വീട്ടിൽ പോയി ഉടനെ തന്നെ തിരിച്ചെത്തിക്കോളാം. ശരി അങ്കിളെ എന്ന് പറഞ്ഞുകൊണ്ട് അവളും അകത്തേക്ക് തന്നെ നടന്നു. നേരെ ചെന്നത് അച്ഛൻ കിടക്കുന്ന ICUവിലേക്ക് തന്നെയാണ്. അലീന അച്ഛനെ കാണാനായി ICUവിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ അദ്ദേഹം കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. ഒരു ദിവസം കൊണ്ട് തന്നെ അച്ഛനിൽ വല്ലാത്ത മാറ്റം അലീനയ്ക്ക് തോന്നി. ഒരു ദിവസം കൊണ്ട് തന്നെ അച്ഛൻ വല്ലാതെയായിരിക്കുന്നു. അച്ഛൻ വല്ലാതെ ക്ഷീണിതനായി അലീനയ്ക്ക് തോന്നി. അലീന പതിയെ ചെന്ന് അച്ഛൻ്റെ നെറ്റിയിൽ തടവി. വെറുതെ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നെന്ന് അലീനയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത്. നെറ്റിയിൽ ഒരു ചെറു ചൂട് തോന്നിയപ്പോൾ കണ്ണുകൾ തുറന്നു നോക്കിയത് അലീനയിലേക്കായിരുന്നു. അലീനയെ കണ്ടപാടെ ബാലചന്ദ്രൻ്റെ മുഖം ഒന്ന് തുടുത്തു. അദ്ദേഹം ചോദിച്ചു, മോൾ എപ്പോഴാണ് വന്നത്? ഞാൻ വന്നതേ ഉള്ളൂ അച്ഛാ. അച്ഛൻ ഉറങ്ങുകയാണെന്നാണ് വിചാരിച്ചത്. ഉറക്കമോ? എനിക്കോ? അത് നഷ്ടപ്പെട്ടില്ലേ മോളെ? അല്ല, വീട്ടിലെ വിശേഷങ്ങൾ എന്താണ്? നീ അത് പറയ്. വീട്ടിൽ അങ്ങനെ പറയാൻ മാത്രം വിശേഷങ്ങളൊന്നുമില്ല അച്ഛാ. അവിടെ ആയിരിക്കും ഒരു കുഴപ്പവുമില്ല. കൃഷ്ണമോളും ബബിതയും എന്തെടുക്കുന്നു? അവർക്ക് വല്ലാത്ത സങ്കടമായി കാണും അല്ലേ? അലീന പറഞ്ഞു. സങ്കടം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. പിന്നെ കൃഷ്ണമോൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ, പുറത്ത് പോകാൻ പറ്റുമോ, അതൊക്കെ തന്നെയാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് ശരിയാവും അച്ഛാ. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ അതെ വിചാരിച്ചതെല്ലാം വന്നിട്ടുണ്ട്. അച്ഛനൊന്ന് സമാധാനമായിട്ടിരിക്കേ. ഞാൻ ഗോവർദ്ധനോട് പറഞ്ഞതാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ എനിക്കൊന്ന് വാങ്ങിച്ചു തരാൻ. അച്ഛൻ എന്തിനാ ന്യൂസ് പേപ്പർ? ഇവിടെ കിടന്നുകൊണ്ട് അച്ഛന് എന്ത് ചെയ്യാൻ കഴിയും? കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്ന് കരുതിയാണ് പറഞ്ഞത്. പക്ഷെ അവൻ അത് ചെയ്തില്ല. ഗോവർദ്ധനങ്ങൾ അത് ചെയ്തില്ല എന്നേ ഉള്ളൂ അച്ഛാ. എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. എന്നാലും മോളെ, എനിക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അച്ഛാ, വേറൊന്നും സംഭവിച്ചിട്ടില്ല. അവരെ ജാമ്യത്തിൽ ഇറക്കാനാണ് അങ്കിൾ എന്നെ ഇവിടെ ആക്കിയതിന് ശേഷം കോടതിയിലേക്ക് വക്കീലിനെ കാണാനായി പോയിരിക്കുന്നത്. അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എല്ലാ കാര്യങ്ങളും എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന കണ്ണുകൾ അടച്ച് എന്തോ പ്രാർത്ഥിച്ചു. അലീനയിലെ ആ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ ബാലചന്ദ്രനിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം തോന്നി. ബാലചന്ദ്രൻ അവളെ തന്നെ നോക്കി നിന്നു. കണ്ണുകൾ തുറന്നുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു, അച്ഛാ, ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ കേൾക്കും ഇതെല്ലാം തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്ന ന്യൂസാണെന്നും രോഹിത്തിനെ കോടതി വെറുതെ വിട്ടെന്നും പഴയ പോലെ നമ്മുടെ കുടുംബം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകും. അച്ഛൻ അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. എത്രയോ അവസ്ഥകളിലൂടെ തരണം ചെയ്തെത്തിയ ആളാണ് അച്ഛൻ. പിന്നെയാണോ ഇതും അങ്ങനെ തന്നെ നടക്കും അച്ഛാ. അച്ഛൻ കുറച്ച് സമയം കിടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അലീന ബാലചന്ദ്രൻ്റെ തൊട്ടരികിൽ തന്നെ ഒരു സ്റ്റൂള് വലിച്ചിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു. സമയങ്ങൾ കടന്നു പോകെ ഗോവർദ്ധൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഗോവർദ്ധനോടും ബാലചന്ദ്രനോടും യാത്ര പറഞ്ഞ് അലീന വീട്ടിലേക്ക് മടങ്ങി. അവിടെ അനിയത്തിമാരെല്ലാം തനിച്ചാണല്ലോ. അവൾ വേഗം തന്നെ വീട്ടിലെത്തിയ പാടെ ഊണുമേശയിലേക്ക് നോക്കിയപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും രണ്ടാളും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. അലീന കൃഷ്ണമോളോട് ചെന്ന് കാര്യം തിരക്കിയപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നിയില്ലെന്നും ഡോറിൽ ചെന്ന് മുട്ടിയിട്ട് ബബിത ഡോറ് പോലും തുറന്നില്ലെന്നും കൃഷ്ണമോൾ പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കെ തന്നെ ഫ്രണ്ടിലെ ഡോറിൽ ആരോ മുട്ടുന്നത് കേട്ട് അലീന ഒന്ന് ഞെട്ടി. അലീന വേഗം പോയി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മനു ആയിരുന്നു. അലീന പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു കൊടുത്തു. മനു വല്ലാതെ അസ്വസ്ഥനായിരിക്കുന്നു. എപ്പോഴും വരുന്ന ആ പ്രൗഢിയൊന്നും മുഖത്ത് കാണാനില്ല. മുടിയും മുഖവുമെല്ലാം അലങ്കോലപ്പെട്ടിരിക്കുന്നു. ആ പഴയ സന്തോഷവും ആ തിളക്കമുള്ള കണ്ണുകളും അലീന കണ്ടില്ല. അലീന കയറിയിരിക്കാൻ പറഞ്ഞു. അലീനയുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ മനു വിഷമിച്ചു. മനുവിനെ കണ്ടതും അലീനയുടെ മനസ്സ് വല്ലാതെ ഒന്ന് വിങ്ങി.
തന്നെ ഒന്ന് മനുവേട്ടൻ സമാധാനിപ്പിച്ചിരുന്നുവെങ്കിലെന്ന് അലീന വല്ലാതെ ആഗ്രഹിച്ചു. എന്നാൽ നേരെ മറിച്ചാണ് സംഭവിച്ചത്. അകത്തേക്ക് കയറിയ മനു സോഫയിൽ ചെന്ന് വീണ പോലെ അവിടെ ഒന്നിരുന്നു. ആ ഇരിപ്പിൽ അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. അലീന അരികത്ത് ചെന്ന് മനുവേട്ടനോട് ചോദിച്ചു, എന്താ മനുവേട്ട ഇത്? എന്താ ഇങ്ങനെയൊക്കെ? ആകപ്പാടെ വല്ലാതായിരിക്കുന്നല്ലോ. എല്ലാവർക്കും സമാധാനവും ആശ്വാസവും കൊടുക്കുന്ന ആൾ തന്നെയാണോ ഇത്? എന്താണ് അവിടുത്തെ അവസ്ഥ? കമലാൻ്റിയും അമ്മയും മഞ്ജിമയുമൊക്കെ എന്തു പറയുന്നു? എന്തു പറയാൻ, മഞ്ജിമ അവളുടെ റൂമിൽ കരയുന്നുണ്ട്, അമ്മ അമ്മയുടെ റൂമിലും. മുത്തശ്ശി നാമജപവുമായിട്ട് റൂമിൽ തന്നെ കിടക്കുന്നുണ്ട്. ഒരു മരണവീട്ടിൽ ചെന്ന പ്രതീതി മാത്രമാണ് അവിടെ. മനുവിൻ്റെ തൊണ്ട ഇടറുന്നത് അലീനയ്ക്ക് മനസ്സിലായി. അലീന കുറച്ചുകൂടി മനുവിൻ്റെ അടുത്തേക്കായി നിന്നു. തലയിൽ തലോടിക്കൊണ്ട് മനുവിനോട് സമാധാനിക്കാൻ പറഞ്ഞു. അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മനു അലീനയുടെ മുഖത്തേക്കായി ഒന്ന് നോക്കി. അലീനയോട് ചോദിച്ചു, ഇന്നലെ ഞാൻ സ്റ്റേഷനിൽ വരാത്തതിൽ നിനക്കെന്നോട് ദേഷ്യമുണ്ടോ അലീന? മനുവേട്ടൻ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത്? എല്ലാവരുടെയും അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ലേ? എന്നോട് തന്നെയാണോ മനുവേട്ടൻ ഈ ചോദിക്കുന്നത്? എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല മനുവേട്ട. അവർ വന്നവരൊക്കെ ആരാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. മാമച്ചനങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നതാണെന്നറിയാം. നമ്മളെ അറിയാത്തവരാണ് നമ്മുടെ ആപത്ത് സമയത്ത് നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെയെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ, അത് മതി മനുവേട്ട. മനുവേട്ടൻ്റെ അവസ്ഥ എനിക്കറിയാം. ആ വീട്ടിൽ നിന്നും ഇന്നലെ മനുവേട്ടന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ലെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. മനുവേട്ടൻ ഇങ്ങനെ തളരരുത്. ഞങ്ങൾക്കെല്ലാവർക്കും ആശ്വാസം തരാൻ ആകെയുള്ളത് മനുവേട്ടനാണ്. ആ മനുവേട്ടൻ ഇങ്ങനെ തളർന്നു പോയാൽ നമ്മൾ എവിടെ ചെന്നാണ് മുട്ടേണ്ടത്? മനുവേട്ടൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്ന് പറഞ്ഞുകൊണ്ട് മനുവിനെ ഒരുപാട് അവൾ ആശ്വസിപ്പിച്ചു കൊണ്ടേയിരുന്നു. അവൾക്ക് സ്വയം തോന്നി, എനിക്കല്ല, തിരിച്ച് മനുവിനാണ് ആശ്വാസം നൽകേണ്ടതെന്ന്. മനു വീണ്ടും അലീനയോടായി ചോദിച്ചു, ഞാൻ എവിടേക്കാണ് ഓടേണ്ടത്? എങ്ങോട്ടാണ് ഓടേണ്ടത്? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അലീന. അനിയന്മാർ 2 ആളും പോലീസ് സ്റ്റേഷനിൽ, ചേട്ടനായി ഞാൻ ഒരാൾ പുറത്ത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അലീന വീണ്ടും തുടർന്നു. മനുവേട്ട, ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ശക്തിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മനുവേട്ടൻ ആ ശക്തിയിൽ ഉറച്ചു വിശ്വസിച്ചോളൂ. അങ്ങനെയൊരു ശക്തി നമ്മുടെ മുമ്പിൽ വന്ന് പെടുക തന്നെ ചെയ്യും. തുടർ വീഡിയോ ഈ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.